Jesus has made a covenant with us. യേശുക്രിസ്തു നമ്മോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. And that covenant is through his blood. ആ ഉടമ്പടി യേശുവിന്റെ രക്തം മുഖാന്തരമാണ് ഉണ്ടായത്. Luke 22:20. ലൂക്കോസ് 22:20 He has made a covenant with you and me, making you and me his children. നിങ്ങളെയും എന്നെയും തന്റെ പൈതലാക്കിക്കൊണ്ട് യേശുക്രിസ്തു നമ്മോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. Covenant of the blood that he shed on the cross. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ഉടമ്പടി. To buy you and me as his children. നിങ്ങളെയും എന്നെയും തന്റെ പൈതലായി വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള ഉടമ്പടി. As he was shedding his blood on the cross, യേശു ക്രൂശിൽ തന്റെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ he was praying, Father, forgive them, for they know not what they do. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. By the blood of Jesus Christ, our sins are forgiven. യേശുവിന്റെ രക്തം മുഖാന്തരം നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. Our sins are cleansed. നമ്മുടെ പാപങ്ങൾ കഴുകി യേശു നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. Today, would you enter into that covenant with Jesus? ഇന്ന് നിങ്ങൾ യേശുവുമായി ആ ഉടമ്പടിയിൽ ഏർപ്പെടുമോ? Tell him, Lord, I am making a covenant with you to become your child. പിതാവേ, അങ്ങയുടെ പൈതലായി തീരാമെന്ന ഉടമ്പടിയിൽ ഞാൻ അങ്ങയോട് ഏർപ്പെടുന്നു. And his covenant will be implemented in our lives. യേശുവിന്റെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരും. The covenant of blood. ആ രക്ത ഉടമ്പടി പ്രാബല്യത്തിൽ വരും. We are purchased by the blood of Jesus. നമ്മൾ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. When you receive him, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ the blood of Jesus will begin to run in you. യേശുവിന്റെ രക്തം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുവാൻ തുടങ്ങും. And your blood will be forgiven blood. നിങ്ങളുടെ രക്തം പാപക്ഷമ പ്രാപിച്ച രക്തമായി തീരും. Cleansed blood. ശുദ്ധീകരിക്കപ്പെട്ട രക്തം. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Jesus has compassion to make you his child. നിങ്ങളെ തന്റെ പൈതലാക്കി തീർക്കവണ്ണം യേശുക്രിസ്തു നിങ്ങളോട് മനസ്സലിഞ്ഞിരിക്കുന്നു. And that covenant is a covenant of peace. ആ ഉടമ്പടി സത്യത്തിൽ ഒരു സമാധാന നിയമമാകുന്നു. Peace with God. ദൈവത്തോട് സമാധാനത്തിലാകൽ. Peace with men. മനുഷ്യരോട് സമാധാനമായിരിക്കൽ. Peace in your heart. ഹൃദയത്തിലും സമാധാനം. God is giving you that covenant of peace. ദൈവം നിങ്ങൾക്ക് ആ സമാധാനത്തിന്റെ നിയമം നൽകുകയാണ്. Isaiah 54:10 says so. യെശയ്യാവ് 54:10 അപ്രകാരം പറയുന്നു. And that covenant will be with you forever. ആ ഉടമ്പടി എന്നേക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. Now look at me. ഇപ്പോൾ എന്നെ നോക്കുവിൻ. I'm going to show you how this covenant of peace works in our lives. ഈ സമാധാന നിയമം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. Jesus said, "My peace I give unto you." യേശുക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. It's a covenant of peace God is making with you. ദൈവം നിങ്ങളോട് ഒരു സമാധാന നിയമത്തിൽ ഏർപ്പെടുകയാണ്. Look at Jesus in Gethsemane. ഗെത്സമനെ തോട്ടത്തിലെ യേശുക്രിസ്തുവിനെ നോക്കുവിൻ. His father has said that he has to go to the cross to shed his blood for everybody. യേശുവിന്റെ പിതാവ് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി രക്തം ചൊരിയുന്നതിനെ യേശു കാൽവറി ക്രൂശിലേക്ക് പോകണം. Jesus as a man was filled with the fear of death. യേശുക്രിസ്തു ഒരു മനുഷ്യൻ എന്ന നിലയിൽ മരണഭീതിയാൽ നിറഞ്ഞിരുന്നു. At that time he went through that fear of death like you and me. ആ സമയത്ത് നിങ്ങളെപ്പോലെ എന്നെപ്പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും മരണഭീതിയിലൂടെ കടന്നുപോയി. He was praying to God. യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. Please take away this cup of death from me. കർത്താവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. എന്നാൽ God did not answer. ദൈവം ഉത്തരം നൽകിയില്ല. His sweat came out as blood. യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് പതിച്ചു. He prayed with much sorrow. യേശു അത്യധികമായ ദുഃഖത്തോടുകൂടി പ്രാർത്ഥിച്ചു. Acquainted with grief. യേശുക്രിസ്തു ദുഃഖവും രോഗവും ശീലിച്ചു. He knows the suffering of the fear of death that you are going through. നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന മരണഭീതിയുടെ അനുഭവം എങ്ങനെയുള്ളതാണെന്ന് യേശുക്രിസ്തുവിനെ നല്ലവണ്ണം അറിയാം. But then the Holy Spirit came. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവ് വന്നു. Hebrews 9:14. എബ്രായർ 9:14 The Holy Spirit said, പരിശുദ്ധാത്മാവ് പറഞ്ഞു, surrender to God's will. നീ ദൈവഹിതത്തിനായി നിന്നെ തന്നെ സമർപ്പിക്കൂ. God has made a covenant with you. ദൈവം നിന്നോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. He is the Father. ദൈവമാണ് പിതാവ്. You are the Son. നീ മകനാണ്. So you enter into the covenant. ആകയാൽ നീ ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കൂ. Surrender to God's will. ദൈവഹിതത്തിനായി നിന്നെ സമർപ്പിക്കൂ. Surrender to the cross. ക്രൂശിൽ നിന്റെ ജീവൻ സമർപ്പിക്കൂ. As the Holy Spirit strengthened him, Jesus said, Father, not my will, let thy will be done.
പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ശക്തീകരിച്ചപ്പോൾ യേശു പറഞ്ഞു, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. He made peace with God യേശു ദൈവവുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. by obeying God. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് Obeying God. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് Today, my friend, ഇന്ന് പ്രിയ സ്നേഹിതന്മാരെ, God gives you that covenant of peace. ദൈവം നിങ്ങൾക്ക് ആ സമാധാന നിയമം നൽകുന്നു. When He makes a covenant with you today through His blood, making you His child, He will give you the covenant of peace also. ഇന്ന് തൻ്റെ രക്തം മുഖാന്തരം നിങ്ങളെ ഒരു പൈതലാക്കിക്കൊണ്ട് നിങ്ങളുമായി യേശു ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ യേശു നിങ്ങൾക്ക് ഒരു സമാധാന നിയമം നൽകുന്നു. To obey God. ദൈവത്തെ അനുസരിക്കുവാൻ, To obey God. ദൈവത്തെ അനുസരിക്കുവാൻ. After Jesus prayed, "Let Thy will be done," അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചതിന് ശേഷം all the fear was gone. സകല ഭയവും യേശുവിനെ വിട്ട് അകന്നുപോയി. His disciples ran away. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഓടിപ്പോയി. He was not afraid. യേശു ഭയപ്പെട്ടില്ല. In fact, He protected them. സത്യത്തിൽ യേശുക്രിസ്തുവാണ് അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ചത്. Judas came and kissed Him. യൂദാസ് വന്ന് യേശുവിനെ ചുംബിച്ചു. He was not afraid. അപ്പോഴും യേശു ഭയപ്പെട്ടിരുന്നില്ല. He was taken to the chief priests. യേശുവിനെ മഹാപുരോഹിതന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. And false witnesses were lying against Him. കള്ളസാക്ഷികൾ യേശുവിനെതിരായി എഴുന്നേറ്റു. Today, if somebody gives false witness against us, we get angry, isn't it? ഇന്ന് നമുക്കെതിരായി ആരെങ്കിലും കള്ളസാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നുകയില്ലേ? Jesus was full of peace. എന്നാൽ യേശു സമാധാനമായിരുന്നു. Full of peace. സമാധാനത്താൽ നിറഞ്ഞിരുന്നു. The chief priest could not do anything. മഹാപുരോഹിതനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. Herod could not do anything. ഹേരോദാവിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. Pilate could not do anything. പീലാത്തോസിന് ഒന്നും ചെയ്യാനായില്ല. Jesus told Pilate, the governor, "You will have no authority over me unless it is given by my Father in heaven." മേലിൽ നിന്ന് എന്റെ പിതാവ് നൽകിയിട്ടല്ലാതെ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ലെന്ന് യേശു പീലാത്തോസിനോട് പറഞ്ഞു. When He was carrying the cross, യേശു ക്രൂശ് വഹിച്ചപ്പോൾ women were crying. സ്ത്രീകൾ അലമുറയിട്ട് He did കരയുകയായിരുന്നു. not say, "See what happened to me. യേശു ഇങ്ങനെ പറഞ്ഞില്ല, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. I served God, but see what happened to ഞാൻ me." ദൈവത്തെ സേവിച്ചു, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ എന്ന് യേശു ക്രിസ്തു പറഞ്ഞില്ല. He said, "No, യേശു അതൊന്നും I പറഞ്ഞില്ല. am doing God's will." ഞാൻ ദൈവത്തിന്റെ ഹിതമാണ് ചെയ്യുന്നത്. He said, "You cry for yourself and your children." യേശു പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി അലമുറയിട്ട് കരയുവിൻ. Went to the cross. യേശു ക്രൂശിലേക്ക് പോയി. They nailed Him. അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു. He never said, "Ah." യേശു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞില്ല. The Bible says He never opened His mouth. യേശു ഉരിയാടാതെ ഓമനായിരുന്നുവെന്ന് വചനം പറയുന്നു. That is the power of peace. It will make you endure any pain in the world. ലോകത്തിലെ ഏതൊരു വേദനയും സഹിക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന സമാധാനത്തിന്റെ ശക്തിയാണത്. Even on the cross, He said, "Father, forgive them. Forgive them." ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും യേശു പ്രാർത്ഥിച്ചു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. No insult could ever break His heart. ഒരു അപമാനത്തിനും യേശുവിന്റെ ഹൃദയത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. The thief who repented, He said, "You will be in paradise, Mr. Thief, with me today." അനുദപിച്ച കള്ളനോട് യേശുക്രിസ്തു പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിൽ ഇരിക്കും. Unlike other prisoners who were crying revenge, He said, "Father, I commend my spirit into your മറ്റ് hands." തടവുകുടികൾ പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. That's why, because of that covenant of peace which He went through obedience, God raised Him up on the third day. അനുസരണം മുഖാന്തരം ആ സമാധാന നിയമത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. Today He is the King of Kings and the Lord of Lords. ഇന്ന് യേശുക്രിസ്തു രാജാതി രാജാവാണ്, കർത്താതി God കർത്താവാണ്. says, "You are a king, you are a priest in the world." ദൈവം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൽ രാജാവാണ്, പുരോഹിതനാണ്. As I give you the grace of peace to obey me. ഞാൻ എന്നെ അനുസരിക്കുന്നതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതിനാൽ. When you obey God, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ because of the peace God gives you, ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമാധാനം നിമിത്തം no wicked man can touch you. ഒരു ദുഷ്ടമനുഷ്യനും നിങ്ങളെ തൊടാനാവില്ല. God's will prevail. ദൈവത്തിന്റെ ഹിതം പ്രബലപ്പെടും. All things will work unto good for you. നിങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി And you shall വ്യാപരിക്കും. be more than a conqueror in this world. നിങ്ങൾ ഈ ലോകത്തിൽ പൂർണ്ണജയം പ്രാപിച്ചവരായി God തീരും. is making that covenant of peace with you ദൈവം നിങ്ങളുമായി ആ സമാധാന നിയമത്തിൽ ഏർപ്പെടുന്നു. through the covenant of blood that He has made. യേശുക്രിസ്തു സൃഷ്ടിച്ച രക്ത ഉടമ്പടിയിലൂടെ.
And then he gives you the covenant of the Holy Spirit. പിന്നീട് ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ഉടമ്പടി നൽകുന്നു. He says, I will send you the comforter to be with you always. എപ്പോഴും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആശ്വാസപ്രദനെ The അയക്കും, Holy Spirit. പരിശുദ്ധാത്മാവിനെ. Jesus was filled with the Holy Spirit യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു in the waters of baptism. ആ ജലസ്നാനത്തിൽ. And Acts 10:38, പ്രവൃത്തികൾ 10:38 പറയുന്നു, how God anointed Jesus of Nazareth with Holy Ghost and power. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെയാണ് നിറച്ചത് എന്നതിനെക്കുറിച്ച്. Then he went about doing good, പിന്നീട് യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞു, delivered those who are oppressed of the devil. ഭൂതബാധിതരെ ഒക്കെയും കർത്താവായ യേശുക്രിസ്തു. When the Holy Spirit comes into you, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ he will comfort you ആത്മാവ് നിങ്ങളെ and ആശ്വസിപ്പിക്കും. say, this is God's will, do it my son. ഇപ്രകാരം പറയും, ഇത് ദൈവത്തിന്റെ ഹിതമാണ്, എൻ്റെ മകനെ നീ ഇത് ചെയ്യൂ. And the peace of God will come. ദൈവസമാധാനം നിങ്ങളിലേക്ക് വരും. When you pray, നിങ്ങൾ God പ്രാർത്ഥിക്കുമ്പോൾ will do miracles for others. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. Yes, you will be more than a conqueror. അതെ, നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായിത്തീരും. Mark 16:17. മർക്കോസ് 16:17. You shall lay hands on the sick and the sick shall recover. നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. You will speak in new tongues, God's language. നിങ്ങൾ ദൈവത്തിന്റെ പുതുഭാഷകളിൽ സംസാരിക്കും. No harm will come to you നിങ്ങൾക്ക് ഒരു ദോഷവും ഭവിക്കയില്ല, because you have obeyed God. കാരണം നിങ്ങൾ ദൈവത്തെ അനുസരിച്ചിരിക്കുന്നു. Peace in the world ലോകത്തിൽ സമാധാനം, and peace to the people through you. നിങ്ങളിലൂടെ ജനങ്ങൾക്കും സമാധാനം, Miracles through you. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. You'll be more than a conqueror like നിങ്ങൾ Jesus. യേശുവിനെ പോലെ പൂർണ്ണജയം പ്രാപിച്ചവരാകും. 1 John 4:17. 1 യോഹന്നാൻ 4:17. As he is in heaven, so are we in the യേശു world. സ്വർഗത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ ഭൂമിയിലായിരിക്കുന്നു. I say this for your encouragement. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് ഞാൻ ഇത് പറയുന്നത്. 19 years before, 19 വർഷങ്ങൾക്ക് മുൻപ് I went to Solapur, ഞാൻ സോളാപൂരിലേക്ക് പോയി. and first night ഒന്നാമത്തെ ദിവസം രാത്രി in the meeting my throat clogged. ആ യോഗസ്ഥലത്ത് വെച്ച് എൻ്റെ തൊണ്ട അടഞ്ഞുപോയി. Next morning അടുത്ത ദിവസം പ്രഭാതത്തിൽ I was taken to the church, അവർ എന്നെ ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. speak in the youth meeting. യുവജന യോഗത്തിൽ സന്ദേശം നൽകുന്നതിനെ. As I got down from the car, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ my staff member said, brother, എൻ്റെ ജീവനക്കാരൻ എന്നോട് പറഞ്ഞു, സഹോദര, there's a demon possessed lady, please pray for her and go into the church. ഇവിടെ ഭൂതബാധയേറ്റ ഒരു സ്ത്രീയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവാലയത്തിലേക്ക് I പോകാം. said, I have no voice for human beings, why should I waste it with the ഞാൻ പറഞ്ഞു, devils? മനുഷ്യരോട് സംസാരിക്കാനുള്ള ശബ്ദം പോലും എനിക്കില്ല, എന്തിനാണ് ഭൂതങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ശബ്ദം But പാഴാക്കുന്നത്? he said, this is a special devil, brother. എന്നാൽ എൻ്റെ ജീവനക്കാരൻ പറഞ്ഞു, സഹോദര, ഇതൊരു പ്രത്യേകതരം പിശാചാണ്. I said, what is so special? ഞാൻ ചോദിച്ചു, എന്താണ് ആ പിശാചിന്റെ പ്രത്യേകത? Those days we didn't have mobile phone. അക്കാലത്ത് മൊബൈൽ ഫോണുകളൊന്നും ഉണ്ടായിരുന്നില്ല. He said, the moment you left your hotel, അവൻ പറഞ്ഞു, താങ്കൾ ഹോട്ടലിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഉടനെ the devil inside this lady was shrieking. ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള പിശാച് കിടന്നലറുവാൻ തുടങ്ങി. It was saying, Paul Dinakaran is coming. അതിപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പോൾ ദിനകരൻ വരുന്നു, He is coming to burn me. എന്നെ ചുട്ട് ചാമ്പലാക്കുവാനാണ് അവൻ വരുന്നത്. It is shouting, he is coming to burn me. അത് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ എന്നെ ചുട്ട് ചാമ്പലാക്കുവാൻ വരുന്നു. I asked, did the devil mention my name? ഞാൻ എൻ്റെ ജീവനക്കാരനോട് ചോദിച്ചു, പിശാചേ, എൻ്റെ പേര് പറഞ്ഞുവോ? I have heard only Jesus calling the names of the people. യേശുക്രിസ്തു ജനങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. He said, yes, brother, special എൻ്റെ devil. ജീവനക്കാരൻ പറഞ്ഞു, സഹോദര, അതൊരു പ്രത്യേകതരം പിശാചാണ്. He said, I will come. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. When I came near, എന്നാൽ ഞാൻ ആ സ്ത്രീയുടെ the അരികിലെത്തിയപ്പോൾ Spirit of God in me rose up. എന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവ് ഉണർന്നെഴുന്നേറ്റു. And when I saw that mother who was demon possessed, ഭൂതബാധിതയായ ആ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു. when I saw her husband crying, അവരുടെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോൾ, when I saw the children crying, ആ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ God's compassion rose up within me. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മനസ്സലി ഉണർന്നു. I said, how much this family is suffering because of this mother's oppression. ഞാൻ സ്വയം പറഞ്ഞു, ഈ അമ്മയുടെ പൈശാചിക പീഡന നിമിത്തം ഈ കുടുംബം എത്രമാത്രം She കഷ്ടപ്പെടുന്നു. can't take care of the children at all. അവർക്ക് കുഞ്ഞുങ്ങളെ നല്ലവണ്ണം നോക്കുവാൻ കഴിയുന്നില്ല. Compassion rose up. എന്നിൽ മനസ്സലി ഉണർന്നു വന്നു. That is the sign that God is with you.
ദൈവം നിങ്ങളോടൊപ്പമുണ്ട് എന്നതിൻ്റെ You അടയാളമാണത്. don't need to shout. നിങ്ങൾ ഉച്ചത്തിൽ അലറേണ്ട ആവശ്യമില്ല. The Holy Spirit will do everything for you. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സകലതും ചെയ്യും. It's no more you, but Christ living in you through that covenant of the Holy Spirit. ഇനി നിങ്ങളല്ല, പരിശുദ്ധാത്മാവിന്റെ ഉടമ്പടിയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളിൽ വസിക്കുന്നത്. I said, Lord, have mercy. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ കരുണ തോന്നണമേ. With compassion, മനസ്സലിവോടെ with a whisper, ഞാൻ മന്ത്രിച്ചു. I said, you devil, come out. ഞാൻ പറഞ്ഞു, പിശാചേ നീ പുറത്തു വരിക. And she fell. ഉടനടി ആ അമ്മ താഴെ വീണു. And my throat opened. എന്റെ തൊണ്ട തുറക്കുകയും ചെയ്തു. And I went into the meeting ഞാൻ യോഗത്തിന് പോയി. and prayed with the young people. Hundreds received the Lord Holy Spirit. യുവജനങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു. നൂറുകണക്കിന് യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. When I came out, she hugged me. ഞാൻ പുറത്തു വന്നപ്പോൾ ആ അമ്മ എന്നെ ആലിംഗനം ചെയ്തു. I was the happiest person. അന്ന് ഞാനായിരുന്നു ഏറ്റവും സന്തോഷമുള്ള വ്യക്തി. Paul Dinakaran is only mud and clay. പോൾ ദിനകരൻ വെറും കളിമണ്ണാണ്. I could not have helped her. എനിക്ക് അവരെ സഹായിക്കുവാൻ സാധിച്ചിരിക്കില്ല. Thank God for the Holy Spirit who is in എന്നാൽ us. പരിശുദ്ധാത്മാവിനായി ദൈവത്തോട് നന്ദി പറയാം. Thank God for the Holy Spirit. പരിശുദ്ധാത്മാവിനായി നന്ദി പറയാം. Greater is He that is in you than he that is in the world. നിങ്ങളിൽ വസിക്കുന്നവൻ ലോകത്തിൽ വസിക്കുന്നവനേക്കാൾ വലിയവനാണ്. 20 years later, we went to another city in Maharashtra. 20 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മഹാരാഷ്ട്രയിലെ മറ്റൊരു പട്ടണത്തിലേക്ക് And പോയി. I was sharing this testimony on the platform. ഞാൻ വേദിയിൽ ഇതേ സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു. Suddenly one family jumped in the crowd and came running to the platform. പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു കുടുംബം ചാടി എഴുന്നേറ്റ് വേദിയിലേക്ക് ഓടി വന്നു. It was this lady, അത് ആ അമ്മയായിരുന്നു. her husband, അവരുടെ ഭർത്താവും her children, അവരുടെ മക്കളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. and children's family, കുഞ്ഞുങ്ങളുടെ കുടുംബവും ഉണ്ടായിരുന്നു. and the grandchildren. കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. All came and testified. എല്ലാവരും വന്ന് സാക്ഷ്യം പറഞ്ഞു. 20 years the devil has not come back at all. പിന്നീട് ആ 20 വർഷങ്ങളിലും പിശാച് തിരികെ വന്നിട്ടില്ലത്രേ. And all the 3 generations are serving Jesus Christ. 3 തലമുറകളും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. The Lord says, കർത്താവ് പറയുന്നു, my children, I will not leave you as an orphan in the world. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ അനാഥരായി I വിടുകയില്ല. am coming to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു. Making a covenant with you. ഞാൻ നിങ്ങളോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. Will you open your heart and receive the covenant? നിങ്ങൾ ഹൃദയം തുറന്ന് ആ ഉടമ്പടി സ്വീകരിക്കുമോ? Will you receive the covenant? നിങ്ങൾ ഉടമ്പടി And സ്വീകരിക്കുമോ? receive my blood to cleanse you from every sin. സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്ന എന്റെ രക്തം നിങ്ങൾ സ്വീകരിക്കുമോ? And the covenant of peace, കൂടാതെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനത്തിന്റെ നിയമവും, to obey me, എന്നെ അനുസരിക്കുന്നതിനെ, to fulfill my will in the world, even if it be a cross. ഒരു ക്രൂശാണെങ്കിൽ പോലും ഈ ലോകത്തിൽ എന്റെ ഹിതം നിറവേറ്റുന്നതിനെ, And through that be more than a conqueror. അതിലൂടെ പൂർണ്ണജയം പ്രാപിച്ചവരായി മാറുന്നതിനെ. Not afraid of any man or any wickedness of the world. നിങ്ങൾ ഒരു മനുഷ്യനെയും ലോകത്തിലെ ദുഷ്ടതകളെയും ഭയപ്പെടരുത്. And then through the Holy Spirit's covenant, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉടമ്പടിയിലൂടെ revealing Jesus to the world, യേശു ക്രിസ്തുവിനെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. my love will flow through you and miracles will happen. മാത്രമല്ല, എൻ്റെ സ്നേഹം നിങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രവഹിക്കും. അതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. How many of you want this Jesus? നിങ്ങളിൽ എത്ര പേർക്ക് ഈ യേശുവിനെ ആവശ്യമുണ്ട്? I want to enter into a covenant with you. എനിക്ക് അങ്ങയോടൊപ്പം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടണം. The Lord has entered into your heart now. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് Don't പ്രവേശിച്ചിരിക്കുന്നു. you feel His presence? നിങ്ങൾ ദൈവ സാന്നിധ്യം The അനുഭവിച്ചറിയുന്നില്ലയോ? peace of God. ദൈവത്തിന്റെ സമാധാനം അനുഭവിച്ചറിയുന്നില്ലയോ? God's peace. ദൈവത്തിന്റെ The സമാധാനം, Prince of Peace is in your heart. സമാധാന പ്രഭു നിങ്ങളിലുണ്ട്. Praise Him. ദൈവത്തെ Just സ്തുതിക്കുവിൻ. praise Him. ദൈവത്തെ You are സ്തുതിക്കുവിൻ. no more an orphan. നിങ്ങളിനി അനാഥരല്ല. You are no more an orphan. നിങ്ങളിനി അനാഥരല്ല. The King is in your heart. രാജാതി രാജാവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. Just praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. We ഇപ്പോൾ will ask Him to heal us. നമ്മെ സൗഖ്യമാക്കുവാൻ നമുക്ക് ദൈവത്തോട് Your യാചിക്കാം. body is the temple of the Holy Spirit. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Today tell Him, Lord, give me grace to keep my body holy. ഇന്ന് ദൈവത്തോട് പറയുവിൻ, ദൈവമേ, എൻ്റെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. First, He is going to heal every addiction.
ഒന്നാമതായി സകല ദുശീലങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായി വിടുതൽ നൽകുവാൻ പോകുന്നു. For everyone in your family. കുടുംബത്തിലെ എല്ലാവർക്കും. Everyone. കുടുംബത്തിലെ എല്ലാവർക്കും. Lord Jesus. കർത്താവായ യേശുവേ, remember the blood that you shed for each one of us, Lord. അങ്ങ് കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത് അങ്ങ് ഓർക്കണമേ. Your blood is interceding for us, Lord, speaking good അങ്ങയുടെ things. രക്തം ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം It's ചെയ്യുന്നു. speaking good things. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി Now സംസാരിക്കുന്നു. by your blood cleanse everyone's addictions in the name of ഇപ്പോൾ Jesus. അങ്ങയുടെ രക്തത്താൽ ഓരോരുത്തരുടെയും ദുശീലങ്ങളെ അങ്ങ് കഴുകി അവരെ ശുദ്ധീകരിക്കണമേ. Every curse of sin, let it come out of their bodies and their lives. പാപത്തിന്റെ സകല ശാപവും അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. Take away the nature of sin, Lord. പാപ സ്വഭാവം അവരിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റണമേ. The lust of the eyes, കൺമോഹം, the lust of the flesh, ജഡമോഹം, the pride of life. ജീവനത്തിന്റെ പ്രതാപം, Let it come out in the name of Jesus. അതെല്ലാം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. Lord, Holy Spirit, by your power, set everybody free in Jesus' name. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയാൽ എല്ലാവരെയും വിടുവിക്കണമേ. Give them an assurance that you have delivered them tonight. അങ്ങ് അവരെ ഇന്ന് രാത്രി വിടുവിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് അങ്ങ് അവർക്ക് നൽകണമേ. Let there be no craving for evil habits, Lord. ഇനി പൈശാചികമായ ശീലങ്ങളിൽ ഏർപ്പെടണമെന്ന ആഗ്രഹം അവരിൽ ഉണ്ടാകരുത്. No craving for pornography. അവർ അശ്ലീല സാഹിത്യത്തിനായി ഇനി ആഗ്രഹിക്കരുത്. No craving for the lusts of the world. ഇനി ലോകമോഹത്തിനായി അവർ ദാഹിക്കരുത്. Let them be filled with the peace of Jesus through the forgiveness of their sins. പാപക്ഷമയിലൂടെ അവർ യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടട്ടെ. It's coming right now. അതിപ്പോൾ വരുന്നു. Oh, the glorious peace of God through the forgiveness of our sins is coming into our spirit. നമ്മുടെ പാപക്ഷമയിലൂടെ ദൈവത്തിന്റെ മഹനീയമായ സമാധാനം നമ്മിലേക്ക് വരുന്നു. God is setting everyone free. ദൈവം എല്ലാവരെയും വിടുവിക്കുന്നു. Everyone in the family free. കുടുംബത്തിലെ എല്ലാവരെയും വിടുവിക്കുന്നു. Everyone for whom you are praying free. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരെയും വിടുവിക്കുന്നു. Shall we all believe in faith and say thank you Jesus? നമുക്ക് വിശ്വാസത്തോടെ യേശുവേ നന്ദി എന്ന് പറയാം. Thank you Jesus. കർത്താവേ അങ്ങേക്ക് നന്ദി. Thank you Jesus. യേശുവേ നന്ദി. You are under grace, so sin shall not have dominion over you. നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ പാപം ഇനി നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. The covenant of God's grace. ദൈവത്തിന്റെ കൃപയുടെ ഉടമ്പടി നിങ്ങളിലുണ്ട്. Now the same Lord is here to deliver you of your sickness. ഇപ്പോൾ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ അതേ ദൈവം ഇവിടെയുണ്ട്. The Lord himself will lay hands on each one കർത്താവ് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ മേലും തന്റെ കരം and വെക്കും. heal us all. നമ്മെ എല്ലാവരെയും സൗഖ്യമാക്കും. Heal us all. നമ്മെ സൗഖ്യമാക്കും. Father, പിതാവേ, we thank you for your wounds. അങ്ങയുടെ മുറിവുകൾക്കായി ഞങ്ങൾ അങ്ങയോട് നന്ദി Thank പറയുന്നു. you for your stripes. അങ്ങയുടെ അടിപ്പിണരുകൾക്കായി. By your stripes we are healed. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Lord Jesus, by your stripes we are healed. യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Father, now lay your nail-pierced hands on everyone who is sick, Lord. പിതാവേ, ഇപ്പോൾ രോഗികളുടെ മേൽ അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ വെക്കണമേ. This is the last moment, Lord. ഇത് അവസാനത്തെ നിമിഷമാണ്. Create new organs for everyone who has defective ഇപ്പോൾ organs. വൈകല്യമുള്ള അവയവങ്ങളോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പുത്തൻ പുതിയ അവയവങ്ങൾ അങ്ങ് സൃഷ്ടിക്കണമേ. We receive new organs for everyone in Jesus' ഞങ്ങൾ name. എല്ലാവർക്കും വേണ്ടിയും പുതിയ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ New സ്വീകരിക്കുന്നു. organs be made new in Jesus' name. അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുതുതായി തീരുവിൻ. Function normally in Jesus' name. യേശുവിന്റെ നാമത്തിൽ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുവിൻ. Come back to life in Jesus' name. യേശുവിന്റെ നാമത്തിൽ ജീവനിലേക്ക് തിരിച്ചു Let വരുവിൻ. all the readings be normal from today in the name of Jesus. ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ എല്ലാം നോർമലാകട്ടെ. Thank you, Lord. ദൈവമേ നന്ദി. The blood be healed. രക്തം സൗഖ്യം The പ്രാപിക്കട്ടെ. organs be healed. അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. From head to foot, let thy healing power flow like a river in Jesus' ശിരസ് മുതൽ name. പാദം വരെ അങ്ങയുടെ സൗഖ്യദായക ശക്തി പാഞ്ഞു ചെല്ലട്ടെ. Let it flow right now.
അതിപ്പോൾ അവരിലേക്ക് ഒഴുകിച്ചെല്ലട്ടെ. Right now, Father. ഇപ്പോൾ തന്നെ പിതാവേ, Right now, Lord. ഇപ്പോൾ തന്നെ ദൈവമേ, Let this be the last moment of their suffering in their bodies, Lord. ഇത് കഷ്ടപ്പാടിന്റെ അവസാനത്തെ ദിവസമായി തീരട്ടെ. End it, Lord. അത് And അവസാനിപ്പിക്കണമേ. release your people tonight in the name of Jesus. അങ്ങയുടെ മക്കളെ ഇന്ന് വിടുവിക്കണമേ. You pains, stop in Jesus' name. വേദനകളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നിന്നു പോകുവിൻ. You seizures, stop in Jesus' name. Your depressions, stop in Jesus' name. വിഷാദങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അകന്നു പോകുവിൻ. Your weaknesses, stop in Jesus' name. ബലഹീനതകളെ നിങ്ങൾ നിന്നു പോകുവിൻ. You demons, leave in Jesus' name. ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവിൻ. Don't touch their bodies or their families anymore in the name of Jesus. ഇനി അവരുടെ ശരീരത്തെയോ കുടുംബത്തെയോ യേശുവിന്റെ നാമത്തിൽ തുടരുത്. Even the deformities in their organs, Lord, set it right and make their organs whole according to their faith, Lord. You have said, ask anything in my name and I will do it. അത് എന്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും യാചിപ്പിൻ, ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങ് We പറഞ്ഞിട്ടുണ്ടല്ലോ. are not orphans, Lord. ഞങ്ങൾ അനാഥരല്ല. Remember us and heal us right now. ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. My friend, the Lord is healing us. സ്നേഹിത, ദൈവം നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. Shall we all praise the Lord? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Shall we all praise the Lord? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Come on, receive the healing right now. ഒരു രോഗസൗഖ്യം പ്രാപിക്കുവിൻ. Jesus is the healer. യേശുവാകുന്നു He സൗഖ്യദായകൻ. is here right now. യേശു ഇപ്പോൾ ഇവിടെയുണ്ട്. He is in your body. യേശു നിങ്ങളുടെ ശരീരത്തിലുണ്ട്. Your body is the temple of the Holy Spirit. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ Now മന്ദിരമാണ്. praise Him. ഇപ്പോൾ ദൈവത്തെ Come സ്തുതിക്കുവിൻ. on, believe right now. വരൂ, വിശ്വസിക്കുവിൻ. Let every organ come back to life. എല്ലാ അവയവങ്ങളും ജീവനിലേക്ക് തിരിച്ചു Come on, വരട്ടെ. praise Him. വരൂ, ദൈവത്തെ Come on, സ്തുതിക്കുവിൻ. praise Him. Come സ്തുതിക്കുവിൻ. on, praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Everybody praise the Lord. എല്ലാവരും ദൈവത്തെ Those സ്തുതിക്കുവിൻ. who cannot walk, rise up and walk in Jesus' നടക്കാൻ name. സാധിക്കാത്തവർ എഴുന്നേറ്റ് നടക്കുവിൻ. Every cancers go. ക്യാൻസർ അകന്നു പോകട്ടെ. Every tumor go. ട്യൂമർ വിട്ടുപോകട്ടെ. Every fits leave. അപസ്മാരം അകന്നു Let പോകട്ടെ. them go back to work. Let them go back to അവർ study. തിരിച്ചുപോയി ജോലി ചെയ്യട്ടെ, നല്ലവണ്ണം പഠിക്കട്ടെ. Let them go back to run their families. അവർ കുടുംബം നടത്തുന്നതിന് വേണ്ടി തിരിച്ചു Lord, പോകട്ടെ. thank you for healing. കർത്താവേ, അവർക്ക് സൗഖ്യം നൽകിയതിന് നന്ദി. Thank you for healing. സൗഖ്യം നൽകുന്നതിന് നന്ദി. Because you suffered for it on the cross. അങ്ങ് അതിനുവേണ്ടി ക്രൂശിൽ കഷ്ടം We സഹിച്ചുവല്ലോ. send the name of Jesus into every organ. ഞങ്ങൾ യേശുവിന്റെ നാമം എല്ലാവരിലേക്കും We അയക്കുന്നു. send the name of Jesus into everybody's ഞങ്ങൾ body. യേശുവിന്റെ നാമം എല്ലാവരിലേക്കും അയക്കുന്നു. We thank you for your glorious name and we honor your name, Lord. അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്നു. നാമത്തെ ഞങ്ങൾ You ആദരിക്കുന്നു. said, ask anything in my name. അങ്ങ് പറഞ്ഞുവല്ലോ, എന്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും Thank you, യാചിപ്പിൻ. Jesus, for doing it. യേശുവേ, അതിനായി നന്ദി. At the name of Jesus, every knee യേശുവിന്റെ shall bow. നാമത്തിങ്കിൽ സകല മുഴങ്കാലും മടങ്ങും. Every knee. Every knee. Every എല്ലാ disease. രോഗങ്ങളും We send the name of our Lord, the glorious name, Jesus, into everybody's ഞങ്ങൾ body. യേശുവിന്റെ നാമം എല്ലാവരുടെയും ശരീരത്തിലേക്ക് അയക്കുന്നു. Thank you for healing പിതാവ്, everyone. എല്ലാവർക്കും സൗഖ്യം നൽകുന്നതിന് നന്ദി. Thank you, Lord. പിതാവേ, നന്ദി. Bless every young person. എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. Let them study very well. അവർ നല്ലവണ്ണം പഠിക്കട്ടെ. Those who need a job, give them a job tomorrow morning, Lord. ജോലി ആവശ്യമുള്ളവർക്ക് ജോലി നൽകണമേ. Those who need a house, give it to them, Lord. വീട് ആവശ്യമുള്ളവർക്ക് വീട് നൽകണമേ. Those who need to get married, give them a wonderful partner. വിവാഹം നടക്കാത്തവർക്ക് തക്ക ജീവിത പങ്കാളിയെ Those who നൽകണമേ. need children, give them a child, Lord. കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. Whatever they ask. അവർ എന്തെല്ലാം യാചിച്ചാലും, Promotion. പ്രൊമോഷന് വേണ്ടി യാചിച്ചാലും Let it come in search of them. അത് അവരെ തേടിച്ചെല്ലട്ടെ. Thank you, Jesus. യേശുവേ, നന്ദി. Finally, I'm going to pray. അവസാനമായി ഞാൻ പ്രാർത്ഥിക്കുവാൻ God's പോകുന്നു. Holy Spirit will come upon everybody and use you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ He will make ഉപയോഗിക്കുന്നതിനെ you pray for other people and for the state and for the nation. മറ്റുള്ളവർക്ക് വേണ്ടിയും സംസ്ഥാനത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആത്മാവ് നിങ്ങളെ പ്രാപ്തരാക്കും. How many of you want to have the spirit of prayer? നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയുടെ ആത്മാവിനെ വേണം? The Holy Spirit is leading me to pray for this grace. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തുന്നു. Those who need the spirit of prayer, raise your hand. പ്രാർത്ഥനയുടെ ആത്മാവിനെ ആവശ്യമുള്ളവർ കരങ്ങൾ ഉയർത്തുവിൻ. Right now, God will honor you. ഇപ്പോൾ ദൈവം നിങ്ങളെ മാനിക്കും. God sees you.
ദൈവം നിങ്ങളെ കാണുന്നു. You can put down your hand. നിങ്ങൾക്ക് കരം താഴെയിടാം. Loving Heavenly Father, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, fill everyone with the spirit of prayer. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ Fill everybody എല്ലാവരെയും with the നിറയ്ക്കണമേ. spirit of prayer. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് എല്ലാവരെയും നിറയ്ക്കണമേ. Fill them with the spirit of prayer, Lord. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അവരെ അങ്ങ് നിറയ്ക്കണമേ. Let their spirits and your spirit be connected as one spirit. അങ്ങയുടെ ആത്മാവും അവരുടെ ആത്മാവും പറ്റിച്ചേർന്ന് ഒന്നായി തീരട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. They will be connected with you and know your will, Lord. അവർ അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയുടെ ഹിതം എന്താണെന്ന് തിരിച്ചറിയും. Holy Spirit, pray through them with groanings that cannot be uttered. പരിശുദ്ധാത്മാവെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവരിലൂടെ പ്രാർത്ഥിക്കണമേ. Let them pray God's will into being in the world and in their families. ലോകത്തിലും കുടുംബത്തിലും ദൈവഹിതം നിറവേറുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കട്ടെ. Give them grace. അവർക്ക് കൃപ നൽകണമേ. Shall we thank God for the spirit of prayer? പ്രാർത്ഥനയുടെ ആത്മാവിനായി ദൈവത്തോട് നന്ദി പറയാം. Shall we all surrender to pray God's പ്രാർത്ഥനയ്ക്കായി way? നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. It's coming upon us right അത് now. നമ്മുടെ മേൽ വരുന്നു. It's a grace God is giving us through the ദൈവം Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന കൃപയാണത്. Let's receive it in Jesus' നമുക്ക് name. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കാം. Receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കാം. We give you all the glory, സകല Lord. മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. We honor you, Lord. ഞങ്ങൾ അങ്ങയെ മാനിക്കുന്നു. We honor you, Lord. ഞങ്ങൾ അങ്ങയെ മാനിക്കുന്നു. Come with us, Lord, ഞങ്ങളോടൊപ്പം വരയണമേ. and be honored in their lives. അവരുടെ ജീവിതത്തിൽ അങ്ങ് മാനിക്കപ്പെടട്ടെ. And help us to reach heaven, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. fulfilling your will on earth. അങ്ങയുടെ ഹിതം ഭൂമിയിൽ നിറവേറ്റിക്കൊണ്ട് Bless all those who worked for this meeting. ഈ യോഗത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Prosper their അവരുടെ families. കുടുംബങ്ങളെ സമൃദ്ധീകരിക്കണമേ. Prosper their ministry. അവരുടെ ശുശ്രൂഷകളെ സമൃദ്ധീകരിക്കണമേ. Prosper their lives, അവരുടെ Lord. ജീവിതത്തെയും Give them 100 അവർക്ക് times. 100 മടങ്ങ് നൽകണമേ. We give you all the സകല glory. മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name we യേശുവിന്റെ pray. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Shall we all say നമുക്ക് amen? എല്ലാവർക്കും ആമേൻ എന്ന് പറയാം. Amen. ആമേൻ.